നമസ്കാരം. If you want to keep a secret, you must also hide from yourself. ജോർജ് ഓർവെലിന്റെ ഈ വാചകം ഉദ്ധരിച്ചുകൊണ്ടാണ് പെഗസസിൽ ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് വിദഗ്ധ സമിതിയെ രൂപീകരിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നത്. പെഗസസിലെ കോടതി തീരുമാനം വന്നുകഴിഞ്ഞു. 8 ആഴ്ചയ്ക്കുള്ളിൽ ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്ന വിദഗ്ധ സമിതി, അതും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള സമിതിയുടെ വിവരങ്ങൾ അടങ്ങിയ ക്രോഡീകരിച്ച റിപ്പോർട്ട് സമർപ്പിക്കണം. അപ്പോഴായിരിക്കും അതിൽ ഒരു അന്തിമ തീരുമാനം സുപ്രീം കോടതി കൈക്കൊള്ളുക. കേന്ദ്ര സർക്കാരിന് തിരിച്ചടിയാകുന്ന ഒരു തീരുമാനത്തിലേക്കാണോ കോടതി പോവുക എന്നുള്ളതും 8 ആഴ്ചയ്ക്കപ്പുറം വരുന്ന റിപ്പോർട്ടിലൂടെ നമുക്ക് വ്യക്തമാകും. ഇനി ഉറ്റുനോക്കുന്നത് മുല്ലപ്പെരിയാറിൽ സുപ്രീം കോടതി എന്താണ് എടുക്കാൻ പോകുന്ന തീരുമാനം എന്നുള്ളതാണ്. സുപ്രീം കോടതിയിലേക്ക് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് സംബന്ധിച്ച മേൽനോട്ട സമിതിയുടെ നിർദ്ദേശം അടക്കം വരുമ്പോൾ എടുക്കാൻ പോകുന്ന ആ തീരുമാനം ഏറെ നിർണായകവുമാണ്. സ്കൂളുകളിലെ അധ്യയനം തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനായുള്ള മാർഗരേഖയുടെ വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ വാർത്താ പകലിന്റെ ആദ്യ പകുതിയിൽ കണ്ട പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം നമുക്ക് വിശദമായി നോക്കാം. അടുത്ത 1 മണിക്കൂറിൽ നമ്മൾ തുടങ്ങുന്നു 24 വാർത്ത. സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ദത്തു വിവാദത്തിൽ PS ജയചന്ദ്രനെ CPIM ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് നീക്കി എന്നുള്ള തീരുമാനമാണ് ഇപ്പോൾ വരുന്നത്. തനേഷ് തമ്പി നൽകും കൂടുതൽ വിശദാംശങ്ങൾ. തനേഷ് തമ്പി, ദത്തു വിവാദം ഒരുപാട് ചർച്ചയായപ്പോഴും ജയചന്ദ്രനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പാർട്ടി കൈക്കൊള്ളുന്നതെന്നുള്ള പ്രധാനപ്പെട്ട ആരോപണം പരാതിക്കാരിയും ജയചന്ദ്രന്റെ മകളുമായ അനുപമ പോലും ഉന്നയിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ഇപ്പോൾ പേരൂർക്കട ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെ? സുജയ, ലോക്കൽ കമ്മിറ്റി യോഗം അല്പം മുൻപാണ് സമാപിച്ചത്. സാധാരണ നിലയിൽ ലോക്കൽ കമ്മിറ്റി നടക്കുക പേരൂർക്കടയിലെ ഓഫീസിലായിരിക്കും, അല്ലെങ്കിൽ പേരൂർക്കട ഏരിയ കമ്മിറ്റി ഓഫീസിലായിരിക്കും. പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ ഭയന്നുകൊണ്ട് കേശവദാസുരം ലോക്കൽ കമ്മിറ്റിയിലാണ്, ഓഫീസിലാണ് ഇന്ന് യോഗം നടന്നത്. യോഗം ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിന്നു. ഈ യോഗത്തിൽ PS ജയചന്ദ്രൻ പങ്കെടുത്തിരുന്നു. യോഗത്തിന്റെ തീരുമാനം ഇങ്ങനെയാണ്. അതായത് നിലവിലുള്ള സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റുക. അങ്ങനെയെങ്കിൽ അദ്ദേഹം ലോക്കൽ കമ്മിറ്റി അംഗം അല്ലാതാകുന്നു. മാത്രമല്ല, ഏരിയ തലത്തിൽ ഒരു അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച് ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. ഇതാണ് ഇപ്പോൾ CPIM പേരുക്കട ലോക്കൽ കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനം. ഇന്ന് വൈകിട്ട് 3 മണിക്ക് പേരുക്കട ഏരിയ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ഇതിനെ അതിന് അംഗീകാരം നൽകുകയും കൂടുതൽ നടപടികൾ വേണമോ എന്നത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ ഉണ്ടാവുകയും ചെയ്യുക. ഏതായാലും PS ജയചന്ദ്രനെ ഇപ്പോഴുള്ള സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുകയും പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. സുജയ. ശരി, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. തനേഷ് തമ്പി, ഏരിയ കമ്മിറ്റി തലത്തിലുള്ള ഒരു അന്വേഷണം അത് ഏത് തരത്തിലായിരിക്കും നടക്കുക? അതിനായിട്ടുള്ള കമ്മീഷനെയൊക്കെ ഇതിനകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു. സുജയ, ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ഏരിയ കമ്മിറ്റി യോഗം നടക്കുക. ഇന്ന് ലോക്കൽ കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന ചർച്ചകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട തീരുമാനമുണ്ടാവുക. അത് ഏരിയ കമ്മിറ്റി യോഗമായിരിക്കും തീരുമാനിക്കുക. ഏതായാലും ഏരിയ സെന്ററിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾ തന്നെയായിരിക്കും ഈ കമ്മീഷനിൽ ഉണ്ടാകുക. മാത്രമല്ല, ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദത്തിൽ PS ജയചന്ദ്രന്റെ പങ്ക്, പ്രത്യേകിച്ച് അനുപമ ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ CPIM-നെ ബാധിക്കുന്ന തരത്തിൽ PS ജയചന്ദ്രൻ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും പ്രധാനമായും കമ്മീഷൻ പരിശോധിക്കുക. അതിനനുസരിച്ചിട്ടുള്ള ഇടപെടൽ ഏരിയ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം അദ്ദേഹത്തിന്റെ ഇപ്പോൾ വഹിക്കുന്ന സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുക, ഒപ്പം തന്നെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വിലക്കേർപ്പെടുത്തുക എന്നത് മാത്രമാണ്. അതിനും അപ്പുറത്തേക്ക് കൂടുതൽ കടുത്ത നടപടികൾ അദ്ദേഹത്തിന് വേണമോ എന്നത് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ ആശ്രയിച്ചായിരിക്കും ഉണ്ടാവുക. ആ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനുപമ ഉയർത്തിയ ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ജില്ലാ കമ്മിറ്റി അടക്കം നിർദ്ദേശിച്ചതനുസരിച്ചിട്ടാണ് ഇന്ന് പ്രത്യേക ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്ന് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള ഒരു അന്വേഷണവും അതിനെ തുടർന്നുള്ള നടപടിയും ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. ദത്തു വിവാദത്തിൽ അനുപമ S ചന്ദ്രന്റെ അച്ഛൻ PS ജയചന്ദ്രനെ CPIM പേരൂർക്കട ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. കൂടുതൽ തീരുമാനങ്ങൾ അല്പസമയത്തിനകം ചേരാൻ പോകുന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലായിരിക്കും പരിഗണിക്കുക. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പെഗസസ് ഫോൺ ചോർത്തലിൽ അന്വേഷണത്തിന് വിദഗ്ധ സമിതി. പെഗസസ് ഫോൺ ചോർത്തൽ അന്വേഷിക്കാൻ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര വിദഗ്ധ സമിതി. റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി RV രവീന്ദ്രനാണ് അന്വേഷണ സമിതിയുടെ അധ്യക്ഷൻ. 3 സാങ്കേതിക വിദഗ്ധരും സമിതിയിലുണ്ട്. വിദഗ്ധ സമിതി രൂപീകരിക്കാമെന്ന കേന്ദ്ര നിർദ്ദേശം കോടതി തള്ളി. 8 ആഴ്ചയ്ക്കകം ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന സമിതി റിപ്പോർട്ട് സമർപ്പിക്കണം. സ്വകാര്യത സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യം സുപ്രീം കോടതി ഇന്ന് എടുത്തു പറഞ്ഞു.
എന്തുകൊണ്ടാണ് ചാരക്കണ്ണിന്റെ സത്യമറിയാനുള്ള സുപ്രീം കോടതിയുടെ നീക്കം കേന്ദ്ര സർക്കാരിന് തിരിച്ചടി എന്നുള്ള ഒരു വിവക്ഷ ഇപ്പോൾ വരുന്നത്? പെഗസിസ് വിഷയത്തിൽ ആരോപണം ഉയർന്നപ്പോൾ മുതൽ തന്നെ അത് നിഷേധിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. കോടതിയിലും സമാനമായ നിലപാടായിരുന്നു കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അങ്ങനെയുള്ള വാദങ്ങളെല്ലാം കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ പെഗസിസ് വിവാദം അന്വേഷിക്കുന്നതിനായി ഒരു സ്വതന്ത്ര വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. കോടതി മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുക. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് RV രവീന്ദ്രനാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ. അദ്ദേഹത്തെ കൂടാതെ സമിതിയിൽ 3 വിദഗ്ധ സമിതി അംഗങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 2 വിദഗ്ധർ കൂടിയുണ്ട്. അങ്ങനെ 6 അംഗ സമിതിയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തുക. 7 വിഷയങ്ങളാണ് ഈ സമിതി പ്രധാനമായും പരിഗണിക്കുക. ആ വിഷയങ്ങളും സുപ്രീം കോടതി തന്നെ നിശ്ചയിച്ചിട്ടുമുണ്ട്. ഈ ഉത്തരവിൽ അത് എടുത്തു പറയുന്നുമുണ്ട്. വിവാദങ്ങളെല്ലാം ആഴത്തിൽ പരിശോധിക്കുക എന്നുള്ള നിർദ്ദേശമാണ് ഈ ഒരു സമിതിക്ക് മുന്നിലുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം പരിശോധിച്ച് 8 ആഴ്ചയ്ക്കകം സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. കോടതി നടത്തിയ നിരീക്ഷണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത് വാദസമയത്തും അവർ പറഞ്ഞ പരാമർശം തന്നെയാണ്. ദേശസുരക്ഷ എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ വാദം ദേശസുരക്ഷയെ ബാധിക്കുന്നതാണ്, അതുകൊണ്ട് വിവരങ്ങൾ വെളിപ്പെടുത്താനാകില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ വാദം, അത് പറഞ്ഞുകൊണ്ട് സർക്കാരിന് ഒഴിയാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. കേന്ദ്ര സർക്കാർ ഇതുവരെ ഹർജിക്കാർ ഉന്നയിച്ച ആരോപണങ്ങൾ, അതായത് അവരുടെ ഫോൺ ചോർത്തി, ആ ഫോൺ ചോർത്തൽ നടന്നത് ഇത്തരത്തിൽ ഇസ്രയേലി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് തുടങ്ങിയ ആരോപണങ്ങൾ കേന്ദ്ര സർക്കാർ ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്നും ഈ വിധിന്യായത്തിൽ സുപ്രീം കോടതി എടുത്തു പറയുന്നു. നീതി നടപ്പായാൽ മാത്രം പോരാ, അത് ആവലാതിക്കാർക്ക്, ഹർജിക്കാർക്ക് ബോധ്യപ്പെടുത്തുന്ന തരത്തിലായിരിക്കണം എന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്. 8 ആഴ്ചകൾക്ക് ശേഷമായിരിക്കും ഈ കേസ് വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. അപ്പോഴേക്കും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് പരിഗണിച്ചിട്ടായിരിക്കും അന്തിമ ഉത്തരവ് സുപ്രീം കോടതി ഈ വിഷയത്തിൽ കൊണ്ടുവരിക. ആരൊക്കെയാണ് ഈ സമിതിയിലുള്ളത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. സമിതിയുടെ അധ്യക്ഷൻ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയായ RV രവീന്ദ്രനാണ്. സുപ്രധാനമായ ഒട്ടേറെ വിധിന്യായങ്ങൾ പറഞ്ഞിട്ടുള്ള ജഡ്ജിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് RV രവീന്ദ്രൻ. അദ്ദേഹമാണ് ഈ സമിതിയുടെ അധ്യക്ഷൻ. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എന്ന് കൂടി നമുക്ക് പറഞ്ഞു പോകാം. സൈബർ സെക്യൂരിറ്റി ആൻഡ് ഡിജിറ്റൽ ഫോറൻസിക്സ് വിഭാഗത്തിൽ പ്രൊഫസറായ നാഷണൽ ഫോറൻസിക് സയൻസ് യൂണിവേഴ്സിറ്റി ഗുജറാത്തിൽ അവിടെ പ്രവർത്തിക്കുന്ന ഡോക്ടർ നവീൻ കുമാർ ചൗധരിയാണ് ഈ സമിതിയിലെ അംഗങ്ങളിൽ ഒരാൾ. അദ്ദേഹത്തിന്റെ ഈ മേഖലയിലെ പ്രാഗൽഭ്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ സമിതിയിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെയാൾ മലയാളിയാണ്, ഡോക്ടർ പ്രഭാകരൻ. അമൃത വിശ്വവിദ്യാപീഠം സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം, അവിടെ നിന്നുള്ള പ്രൊഫസറായ ഡോക്ടർ പ്രഭാകരൻ പിയും ഈ സമിതിയിൽ അംഗമാണ്. ഡോക്ടർ അശ്വിൻ അനിൽ ഗുമസ്തെ അസോസിയേറ്റ് പ്രൊഫസറാണ്. മുംബൈ IITയിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. കമ്പ്യൂട്ടർ സയൻസിൽ വൈദഗ്ധ്യമുള്ള അസോസിയേറ്റ് പ്രൊഫസറായ ഡോക്ടർ അശ്വിൻ അനിൽ ഗുമസ്തെയും ഈ സാങ്കേതിക സമിതിയിൽ അംഗമാണ്. ഈ 6 അംഗ സമിതി പരിഗണിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കിപ്പോകാം. സുപ്രീം കോടതി തന്നെ ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പരിഗണിച്ച് അതിൽ കൃത്യമായ റിപ്പോർട്ട് 8 ആഴ്ചയ്ക്കകം നൽകണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 7 പരിഗണനാ വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടായിരിക്കും. അതിൽ 7ാമത്തെ വിഷയം എന്ന് പറയുന്നത് മറ്റു വിഷയങ്ങൾ എന്തെങ്കിലും വന്നാൽ അതിലേക്കും ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. ആ വിഷയങ്ങളിലേക്ക് കൂടി നമുക്ക് വിശദമായി പോകാം. പെഗസിസ് ഒരു ഇസ്രയേലി ചാര സോഫ്റ്റ്വെയർ ആണ്. അത് ഇന്ത്യൻ പൗരന്മാരുടെ ഫോണുകളിലും മറ്റ് ഉപകരണങ്ങളിലും കടന്നു കയറി ഇത്തരത്തിൽ ചോർത്തൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ട 1ാമത്തെ വിഷയം. രണ്ടാമത്തേത് ചോർത്തലിനിരയായവരുടെ പേരുകളും വിവരങ്ങളും. ഇതിനകം തന്നെ ഈ ഒരു പെഗാസസ് പ്രോജക്റ്റ് വഴി പുറത്തു വന്നിട്ടുള്ള, അതായത് 17 മാധ്യമ സ്ഥാപനങ്ങൾ ചേർന്ന് പുറത്തുവിട്ടിട്ടുള്ള പേരുകൾ മാത്രമാണ് പൊതുസമക്ഷത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഈ സമിതി ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. ആരുടെയൊക്കെ ഫോണുകൾ ചോർത്തി, അത് ആരൊക്കെയാണെന്നുള്ള കൃത്യമായ ഒരു വിവരശേഖരണം നടക്കണം. ഈ ഒരു ആരോപണം ആദ്യമായി വരുന്നത് 2019 ആ ചോർത്തൽ ആരോപണം ഉയർന്നതിന് ശേഷം കേന്ദ്ര സർക്കാർ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, അതോ അതിനുശേഷവും ഇത്തരത്തിലുള്ള ചോർത്തൽ തുടരുകയായിരുന്നു? അതാണ് അറിയേണ്ട 3ാമത്തെ കാര്യം. 4ാമത്തേത് പൗരന്മാർക്കെതിരെ ഉപയോഗിക്കാൻ പെഗസിസ് ചാര സോഫ്റ്റ്വെയർ, അത് ഇസ്രയേലി സോഫ്റ്റ്വെയർ ആണ്. ആ സോഫ്റ്റ്വെയർ കൊടുക്കുന്നത് സർക്കാരുകൾക്കാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന ഏജൻസികളും ഈ സോഫ്റ്റ്വെയർ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളതിലും ഒരു വ്യക്തത അന്വേഷണത്തിലൂടെ ഈ സമിതി കണ്ടെത്തണം. ഏതെങ്കിലും സർക്കാർ ഏജൻസി പെഗസിസ് ചാര സോഫ്റ്റ്വെയർ പൗരന്മാരെ നിരീക്ഷിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായാണോ, നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണോ ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതും വ്യക്തമാക്കണം. 6ാമത്തേത് രാജ്യത്തിനകത്തെ ഏതെങ്കിലും വ്യക്തികളോ സ്ഥാപനങ്ങളോ പൗരന്മാർക്കെതിരെ പെഗസിസ് ചാര സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് അനുമതിയോടുകൂടിയാണോ?
ഇത് മാത്രമല്ല, ഈ 6 വിഷയങ്ങൾക്കപ്പുറം ചോർത്തലുമായി ബന്ധപ്പെട്ട് യുക്തമെന്ന് തോന്നുന്ന മറ്റ് തുടർ വിഷയങ്ങളും സമിതിക്ക് അന്വേഷിക്കാമെന്ന് സുപ്രീം കോടതി ഇന്നത്തെ ഉത്തരവിൽ പറയുന്നുണ്ട്. അതായത് പെഗസിസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, പാർലമെന്റിൽ വന്നിട്ടുള്ള ആരോപണങ്ങൾ, പരാതിക്കാർ ഈ ഒരു ഹർജിയിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം അന്വേഷിച്ചായിരിക്കും ഒരു അന്തിമ റിപ്പോർട്ടിലേക്ക് സമിതി എത്തുക. ഡൽഹിയിൽ നിന്ന് MP പ്രദീപ് കുമാർ നമുക്കൊപ്പമുണ്ട്. പ്രദീപ് കുമാർ, സുപ്രീം കോടതിയുടെ വളരെ നിർണായകമായ ഒരു ഇടപെടലാണ്. രാഷ്ട്രീയമായി കേന്ദ്ര സർക്കാരിന് ഒരു തിരിച്ചടി ഈ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഉണ്ടായി എന്നുള്ളൊരു വിലയിരുത്തലും പല കോണുകളിൽ നിന്നും വരുന്നുമുണ്ട്. സമിതിയിലേക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചത് തങ്ങൾ തന്നെ ഒരു വിദഗ്ധ സമിതിയെ വെക്കാമെന്നായിരുന്നല്ലോ. അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് സുപ്രീം കോടതി തന്നെ ഒരു വിദഗ്ധ സമിതിയെ കൊണ്ടുവരുമ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാരിന് തലയൂരാൻ കഴിയാത്ത വണ്ണം വിവരങ്ങൾ നൽകേണ്ട ഒരു ബാധ്യത വരികയല്ലേ? സുജയ, ഇന്നിപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു നിരീക്ഷണം അത് ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് ജുഡീഷ്യൽ പരിശോധനയ്ക്ക് രാജ്യസുരക്ഷ എന്ന വാദമുയർത്തി കൽമതിൽ കെട്ടാൻ കഴിയില്ല എന്നാണ് ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനുള്ള കൃത്യമായ നിർദ്ദേശമാണ്, അല്ലെങ്കിൽ കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. എല്ലായ്പ്പോഴും ഈ രാജ്യസുരക്ഷ എന്ന വാദമുയർത്തി അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ, അങ്ങനെ പെട്ടെന്ന് കടന്നു കളയാൻ കഴിയില്ല എന്ന കൃത്യമായ സന്ദേശം സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്നു. വലിയ തിരിച്ചടിയാണ് ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. സുജയ പറഞ്ഞതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ സ്വന്തമായി തന്നെ ഒരു വിദഗ്ധ സമിതി രൂപീകരിക്കാം എന്നൊരു നിർദ്ദേശം സുപ്രീം കോടതിക്ക് മുന്നിൽ വച്ചിരുന്നു. പക്ഷേ ആ നിർദ്ദേശം പാടെ തള്ളുകയാണെന്നാണ് ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞത്. കാരണം ഇതിനകത്തൊരു സ്വതന്ത്ര അന്വേഷണം തന്നെ വേണം. അതുകൊണ്ടാണ് സുപ്രീം കോടതി, അതായത് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി RV രവീന്ദ്രൻ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു സാങ്കേതിക വിദഗ്ധ സമിതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. അവർക്ക് 8 ആഴ്ച സമയവും അനുവദിച്ചിട്ടുണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി. കാരണം ഇനിയിപ്പോൾ 8 ആഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കാനാണ് സുപ്രീം കോടതി തീരുമാനിച്ചിരിക്കുന്നത്. സ്വകാര്യത എന്ന പൗരന്റെ വളരെ കൃത്യമായ മൗലികാവകാശം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പവിത്രമായ മൗലികാവകാശം അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. കാരണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ പൗരന്മാർ ഉന്നയിച്ചിരിക്കുന്നത്, രാജ്യസുരക്ഷ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്തരം കാര്യങ്ങളെല്ലാം, ഈ സ്വകാര്യത അടക്കമുള്ള വിഷയങ്ങളിൽ വളരെ കൃത്യമായ ഒരു പരിശോധന നടത്തി അതിൽ ഇപ്പോൾ 7 പരിഗണന വിഷയങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. സുജയ. MP പ്രദീപ് കുമാറാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വളരെ വിശദമായി തന്നെ പരിഗണനാ വിഷയങ്ങളടക്കം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ജലനിരപ്പ് 137 അടിയിൽ താഴെ മതിയെന്ന് മേൽനോട്ട സമിതി നിർദ്ദേശം ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കും. 137 അടിയാക്കി നിലനിർത്തണമെന്നാണ് കേരളത്തിന്റെയും ആവശ്യം. ജനങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ട് മുല്ലപ്പെരിയാറിലെ അധിക ജലം ഒഴുക്കിക്കളയണമെന്നാണ് മേൽനോട്ട സമിതിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. വലിയ അളവിൽ ഇടുക്കി അണക്കെട്ടിലേക്ക് ജലം ഒഴുകുന്നത് ആ മേഖലയെ ബാധിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കും. നിലവിൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് എങ്ങനെയാണ്? എത്ര ജലമാണ് തമിഴ്നാട് വൈഗ വഴി കൊണ്ടുപോകുന്നത്? അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ കുറഞ്ഞതുകൊണ്ട് തന്നെ ഡാമിലേക്കുള്ള നീരൊഴുക്കിൽ ചെറിയ കുറവുണ്ട്. എന്നാൽ അത് എത്രയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നിലവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ തൽസ്ഥിതി നമ്മൾ നോക്കിയാൽ തമിഴ്നാട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. നിലവിൽ അണക്കെട്ടിൽ ജലം ഇപ്പോൾ 137.60 അടിയായി നിൽക്കുകയാണ്. തമിഴ്നാട്ട് കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവും വരുന്ന വെള്ളത്തിന്റെ അളവും ഒരേ രീതിയിൽ നിജപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾക്ക് കാണാം 2300 ഘനയടി വെള്ളമാണ് അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് ഒഴുക്കുന്നത്. അതിൽ തമിഴ്നാട് 2300 ഘനയടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. നേരത്തെ ഇത് 2200 ആയിരുന്നു. 100 ഘനയടി വെള്ളം കൂടി തമിഴ്നാട് അധികമായി കൊണ്ടുപോകുന്നുണ്ട്. നിലവിൽ 137.60 എന്ന ജലനിരപ്പിലാണ് മുല്ലപ്പെരിയാറിൽ അണക്കെട്ടിൽ ഇപ്പോൾ ജലനിരപ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. അതായത് പരമാവധി സംഭരണശേഷിയായ 142 അടിയിൽ നിന്നും 95% ജലം മാത്രം നിൽക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഇനി സുപ്രീം കോടതി ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനമെന്ത്? അതാണ് ഏറ്റവും നിർണായകം. സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വിശദമായി തന്നെ തിരിച്ചെത്തും. ഇന്നത്തെ മഴ മുന്നറിയിപ്പുകൾ കൂടി നോക്കാം. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഈ മാസം രൂപപ്പെടുന്ന 5ാമത്തെ ന്യൂനമർദ്ദമാണിത്. ഞായറാഴ്ച വരെ വ്യാപകമായി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചത്. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്.
24 വാർത്ത തുടരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതി തട്ടിപ്പിൽ നികുതിദായകർക്ക് തുക നഷ്ടപ്പെടില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. കുറ്റവാളികൾ ഏത് പാർട്ടിക്കാരായാലും രക്ഷപ്പെടില്ലെന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് മന്ത്രി മറുപടി നൽകി. അഴിമതി തദ്ദേശ ഭരണവകുപ്പ് സെക്രട്ടറി അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം നഗരസഭയിലെ സോണൽ ഓഫീസുകളിൽ നികുതി തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് തദ്ദേശ മന്ത്രി എം.വി. ഗോവിന്ദനു വേണ്ടി മറുപടി പറഞ്ഞ കെ രാധാകൃഷ്ണൻ സ്ഥിരീകരിച്ചു. പോലീസ് വകുപ്പുതല അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടില്ല. 13 പേരെ സസ്പെൻഡ് ചെയ്തെന്നും 4 പേരെ അറസ്റ്റ് ചെയ്തെന്നും കെ രാധാകൃഷ്ണൻ. ആ കുറ്റങ്ങളെ മറച്ചുവെക്കാനോ ഒളിച്ചുവെക്കാനോ കുറ്റവാളികളെ സംരക്ഷിക്കാനോ യാതൊരു നടപടിയും ഗവൺമെന്റ് സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല അവർക്ക് കടുത്ത ശിക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. നികുതി തട്ടിപ്പിൽ വലിയ കള്ളക്കളിയാണ് നടക്കുന്നതെന്നും പ്രതികൾക്ക് മുൻകൂർ ജാമ്യത്തിന് അവസരമൊരുക്കിയെന്നും അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ എം വിൻസെന്റ് ആരോപിച്ചു. മേയർക്ക് പ്രായം മാത്രമല്ല ജനാധിപത്യ ബോധവും കുറവാണെന്ന് എം വിൻസെന്റ്. മേയർക്ക് പ്രായത്തിൽ മാത്രമല്ല സാർ കുറവ്, ജനാധിപത്യ ബോധത്തിലും കുറവാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ. മേയർ നാടിന് അഭിമാനമാണെന്നും കഴിവ് തെളിയിച്ചയാളാണെന്നും അതുകൊണ്ടാണ് തേജോവധം ചെയ്യാൻ ശ്രമിക്കുന്നതെന്നും മന്ത്രി കെ രാധാകൃഷ്ണൻ തിരിച്ചടിച്ചു. അങ്ങനെ വ്യക്തിപരമായി തേജോവധം ചെയ്താൽ ഉരുകിപ്പോകുന്ന വെണ്ണയൊന്നുമല്ല നമ്മുടെ തിരുവനന്തപുരം മേയർ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. കോർപ്പറേഷനിലെ അഴിമതിക്ക് പിന്നിൽ CPIM സംഘടനകളിലെ അംഗങ്ങളാണെന്നും പേരുകൾ പുറത്തുവിടണോ എന്നും പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചു. പകൽക്കൊള്ളയാണ് നടക്കുന്നതെന്നും തദ്ദേശ വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കണമെന്നും വി.ഡി. സതീശൻ. CPMന്റെ സംഘടനകളിൽപ്പെട്ട ആളുകളും അവരുടെ നേതാക്കളുമായതുകൊണ്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. LSTD സെക്രട്ടറിയെ കൊണ്ടെങ്കിലും ഈ കോർപ്പറേഷനിൽ നടക്കുന്ന ഈ പരാതികളെക്കുറിച്ച് ഒരു അന്വേഷണം ഏർപ്പെടുത്താൻ എന്താ ഗവൺമെന്റിന് ബുദ്ധിമുട്ട്? നികുതിദായകരുടെ പണം നഷ്ടമാകാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയില്ല. 24 തിരുവനന്തപുരം. 6 മാസത്തിന് ശേഷം സംസ്ഥാനത്ത് സിനിമാ പ്രദർശനം പുനരാരംഭിച്ചു. നോ ടൈം ടു ഡൈ, വെനം തുടങ്ങിയ അന്യഭാഷാ ചിത്രങ്ങളാണ് ഇന്ന് റിലീസിനെത്തിയത്. മലയാള സിനിമകളുടെ റിലീസ് വെള്ളിയാഴ്ച തുടങ്ങും. കോവിഡ് തീർത്ത പാക്കപ്പിനെ അതിജീവിച്ച സിനിമാ വ്യവസായം പതുക്കെ റോൾ ചെയ്തു തുടങ്ങുകയാണ്. ആവേശമേറ്റെടുത്ത് പ്രേക്ഷകരും കൂടെയുണ്ട്. സന്തോഷം, സ്റ്റാർട്ട് ചെയ്തല്ലോ. എല്ലാവരും ഇനി വരും, നിറയും. ശരിയായിട്ടുള്ള ഫീൽ കിട്ടുന്നത് തിയേറ്ററിലാണ്. അന്യഭാഷാ ചിത്രങ്ങളാണ് ആദ്യം എത്തിയതെങ്കിലും തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ ദുൽഖറിന്റെ കുറിപ്പും സുരേഷ് ഗോപിയുടെ കാവലും പിന്നാലെയുണ്ട്. പഴയ ഉത്സവ ലഹരി സിനിമാ രംഗത്തേക്കും ഉത്സവ പറമ്പിലെ ആ ലഹരി മതം പൊട്ടിക്കുന്ന മത്ത് പിടിപ്പിക്കുന്ന ആ ലഹരി സിനിമാ വ്യവസായത്തിനും വീണ്ടെടുക്കാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി ഇപ്പോൾ തിയേറ്ററുകൾ തുറക്കുകയും തിയേറ്ററുകളിലേക്ക് സിനിമകൾ എത്തുകയും കൂടുതൽ സിനിമകൾ നിർമ്മിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത് തീർച്ചയായിട്ടും സിനിമാ മേഖലയെ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വലിയ ആശ്വാസം വരുന്ന ഒരു വാർത്തയാണ്. 50% സീറ്റുകളിലാണ് ആദ്യഘട്ടത്തിൽ പ്രദർശനാനുമതി. 2 ഡോസ് വാക്സിനും നിർബന്ധമാണ്. പ്രതിസന്ധികളിൽ നിന്ന് കരകയറാൻ സിനിമാ സംഘടനകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ മന്ത്രിതല തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. OTT പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിലും മലയാളികളെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററുകളിലിരുന്ന് സിനിമ കാണുക എന്നത് ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്നാണ്. കോവിഡ് തീർത്ത പ്രതിസന്ധിക്ക് ശേഷം സിനിമകളും മലയാളികളും വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിത്തുടങ്ങി. രാഹുൽ മുരളിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി. സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ച് 41 ഗർഭിണികൾ മരിച്ചുവെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കോവിഡ് ബാധിതരായ 149 പേർ ആത്മഹത്യ ചെയ്തു. കോവിഡ് ബാധിച്ചവരിൽ കോവിഷീൽഡ് വാക്സിൻ സ്വീകരിച്ച ശേഷം ഉയർന്ന പ്രതിരോധ ശേഷി കണ്ടുവരുന്നതായും TJ വിനോദ് MLA-യുടെ ചോദ്യത്തിന് മറുപടിയായി നിയമസഭയിൽ മന്ത്രി വീണ ജോർജ് രേഖാമൂലം അറിയിച്ചു. സിൽവർ ലൈൻ പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള സമരത്തിൽ ഒരുമിച്ച് പങ്കെടുത്ത് കോൺഗ്രസ് BJP നേതാക്കൾ. സംസ്ഥാനത്തിന്റെ സവിശേഷതകൾ ബോധ്യപ്പെട്ടിട്ടില്ലാത്ത തലതിരിഞ്ഞ പദ്ധതിയാണ് സിൽവർ ലൈൻ എന്ന് വി.ഡി. സതീശൻ ആരോപിച്ചു. കേരളത്തിൽ ഒരു കാരണവശാലും ഈ പദ്ധതി നടത്താൻ അനുവദിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സഹസ്ര കോടികളുടെ കൊള്ളയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചു. സിൽവർ ലൈൻ പദ്ധതിക്ക് എസ്റ്റിമേറ്റ് തുകയിൽ കൂടുതൽ ചെലവ് വരില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു. സിൽവർ ലൈൻ വഴി ചരക്കു ഗതാഗതവും സുഗമമായി നടത്താൻ സാധിക്കുമെന്നും മുഖ്യമന്ത്രി രേഖാമൂലം മറുപടി നൽകി.
CPIM നിയമസഭാ കക്ഷി യോഗത്തിൽ പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ ചോർന്നതിൽ MLA-മാർക്ക് മുന്നറിയിപ്പുമായി കോടിയേരി ബാലകൃഷ്ണൻ. പാർട്ടി MLA-മാർ മാത്രം പങ്കെടുത്ത യോഗത്തിലെ ചർച്ചകൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകുന്നത് സംഘടനാ രീതിയല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. തിങ്കളാഴ്ച AKG സെന്ററിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലാണ് കോടിയേരി അതൃപ്തി പ്രകടിപ്പിച്ചത്. CPIM-ലെ പുതുതലമുറ നേതാക്കൾക്കിടയിലെ അഭിപ്രായ ഭിന്നതയിലാണ് നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ നിലപാടിനെ അംഗീകരിക്കുമ്പോൾ വാർത്ത ചോർന്നതിലടക്കം മറുവിഭാഗത്തെ പാർട്ടി പ്രതിക്കൂട്ടിൽ നിർത്തുന്നു. കരാറുകാരെയും കൂട്ടി MLA-മാർ മന്ത്രിക്ക് മുന്നിലേക്ക് വരരുതെന്ന നിയമസഭാ ചോദ്യോത്തരവേളയിലെ മുഹമ്മദ് റിയാസിന്റെ വാക്കുകൾക്കെതിരെയായിരുന്നു തൊട്ടു പിന്നാലെ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിലെ വിമർശനങ്ങൾ. AN ഷംസീറായിരുന്നു മന്ത്രിക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചത്. വിവാദമായതോടെ മുഹമ്മദ് റിയാസ് വാർത്തകൾ നിഷേധിച്ചു. AN ഷംസീർ മൗനം പാലിക്കുകയും ചെയ്തു. കഴിഞ്ഞ തിങ്കളാഴ്ച ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ കോടിയേരി ബാലകൃഷ്ണനാണ് വിവാദത്തെക്കുറിച്ച് പരാമർശിച്ചത്. മുഹമ്മദ് റിയാസ് പറഞ്ഞതിൽ തെറ്റില്ലെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം വാർത്ത ചോർന്നതിനെ നീതീകരിക്കാനാവില്ലെന്ന് നിലപാടെടുത്തു. പാർട്ടി MLA-മാർ മാത്രം പങ്കെടുത്ത യോഗത്തിലെ ചർച്ചകളാണ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയിരിക്കുന്നത്. ഇത് സംഘടനാ രീതിയല്ലെന്നും ഇത്തരം സമീപനം ആവർത്തിക്കരുതെന്നും കോടിയേരി MLA-മാരോട് പറഞ്ഞു. AN ഷംസീറിന്റെ സാന്നിധ്യത്തിലായിരുന്നു കോടിയേരി നിലപാട് വ്യക്തമാക്കിയത്. അതേസമയം മുഹമ്മദ് റിയാസ് യോഗത്തിനെത്തിയിരുന്നില്ല. നേരത്തെ മുഖ്യമന്ത്രിയും ആക്ടിംഗ് സെക്രട്ടറി A വിജയരാഘവനും മുഹമ്മദ് റിയാസ് പറഞ്ഞതിൽ തെറ്റില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. 24 തിരുവനന്തപുരം. 24 വാർത്ത തുടരുന്നു. തിങ്കളാഴ്ച മുതൽ സ്കൂളുകൾ തുറക്കുന്നതിന്റെ ഭാഗമായി പാലിക്കേണ്ട അക്കാദമിക് മാർഗരേഖ പുറത്തിറക്കി. സ്കൂൾ തുറക്കുന്നത് ആഘോഷമാക്കാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. രക്ഷിതാക്കൾ ഒരു ഡോസ് വാക്സിൻ മാത്രമേ എടുത്തിട്ടുള്ളൂവെങ്കിൽ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കാതിരിക്കുകയാണ് നല്ലതെന്ന് മാർഗരേഖ പുറത്തിറക്കിയ പൊതുവിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. സ്കൂൾ തുറക്കുമ്പോൾ പാലിക്കേണ്ട പൊതുമാനദണ്ഡങ്ങൾ നേരത്തെ പുറത്തിറക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അക്കാദമിക മാർഗരേഖ പ്രകാശനം ചെയ്തത്. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് ആത്മവിശ്വാസവും അധ്യാപകർക്ക് പ്രത്യേക പരിശീലനവും നൽകിയാണ് ആഘോഷപൂർവ്വം സ്കൂളുകൾ തുറക്കുക. സ്കൂളിൽ എത്താൻ കഴിയാത്ത കുട്ടികൾക്ക് വീഡിയോ ക്ലാസുകളും ഓൺലൈൻ പഠനവും തുടർന്നും ഉപയോഗപ്പെടുത്താം. ഓരോ സ്കൂളിന്റെയും സാഹചര്യം പരിഗണിച്ചു വേണം സ്കൂൾ ടൈം ടേബിൾ തയ്യാറാക്കേണ്ടത്. ആദ്യഘട്ടത്തിൽ വീഡിയോ ക്ലാസുകളുടെയും ഓൺലൈൻ പഠന പിന്തുണയുടെയും ഒപ്പമാണ് കുട്ടികളെ മനസ്സിലാക്കുവാനും നേരനുഭവം നൽകാനുമായി ക്ലാസ് റൂം പഠനത്തെ പ്രയോജനപ്പെടുത്തേണ്ടതാണ്. മുഴുവൻ കുട്ടികളെയും സ്കൂൾ അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. നേരനുഭവത്തെയും ഓൺലൈൻ ഡിജിറ്റൽ ക്ലാസുകളെയും കൂട്ടിയിണക്കിയാണ് ക്ലാസുകൾ. രക്ഷിതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയാകണം അധ്യയനം ആസൂത്രണം ചെയ്യേണ്ടത്. 2 ഡോസ് വാക്സിനുകളും രക്ഷിതാക്കൾ എടുത്തിരിക്കണമെന്ന് മന്ത്രി പറഞ്ഞു. രക്ഷിതാക്കൾ നിർബന്ധമായി എല്ലാവരും രക്ഷിതാക്കളെന്നുള്ളല്ലോ, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വാക്സിൻ എടുക്കണമെന്നുള്ള നിലപാടാണല്ലോ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ഡ്രൈവാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. സുരക്ഷിതമായി എത്ര കുട്ടികളെ എത്തിക്കാനാകുമെന്ന് കണക്കാക്കണം. നവംബർ പഠന പ്രവർത്തനം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തയ്യാറാക്കണം. എത്ര പാഠങ്ങൾ പഠിക്കണമെന്നത് സ്കൂൾ തുടങ്ങി 2 ആഴ്ചയ്ക്കകം തീരുമാനിക്കാമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. 24 തിരുവനന്തപുരം. കോവിഡ് അടച്ചിടലിന് ശേഷം വിദ്യാലയങ്ങൾ തുറക്കുമ്പോൾ 24 അന്വേഷിക്കുന്നു, സ്കൂൾ തുറക്കലിന് ഒരുക്കങ്ങൾ എവിടെയെത്തി? കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം സ്കൂൾ തുറക്കുന്നതിനായി അത്യധ്വാനം ചെയ്യുകയാണ് മീഞ്ചന്ത ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകർ. രക്ഷകർത്താക്കളും നാട്ടുകാരും അധ്യാപകർക്കൊപ്പം ചേർന്നപ്പോൾ സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ അതൊരു ഉത്സവ പ്രതീതിയിലേക്ക് പോയി. പാഠം 1, കോവിഡിനൊപ്പം ജീവിക്കാം. നമ്മുടെ സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് മീഞ്ചന്ത ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. നമുക്ക് അതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കണ്ടാലോ? ഒന്നര വർഷം പൂട്ടിക്കിടന്ന ക്ലാസ് മുറികൾ. ഒന്നേയൊന്ന് തുടങ്ങണം ഒരുക്കങ്ങൾ. കാട് ക്ലാസ്സാക്കുന്ന യജ്ഞത്തിലാണ് അധ്യാപകർ. നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ഒപ്പം ചേർന്നപ്പോൾ കെട്ടിടങ്ങൾ പെട്ടെന്ന് പാഠശാലയായി. സൗകര്യങ്ങൾക്കൊപ്പം ഇക്കുറി വൃത്തിയും പ്രധാനം. എല്ലാവരും പിടിഎക്കാരൊക്കെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഒരു അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിലുള്ള ആൾക്കാരും സൺഡേ വരാൻ പറ്റിയൊരു സൺഡേ വന്നിട്ടും ഒക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ടീച്ചറെ വെള്ളം എടുത്തോ.
വീണ്ടും ക്ലാസും കുട്ടികളുമൊക്കെ തിരിച്ചെത്തുന്നതിൻ്റെ ആവേശത്തിലാണ് സ്കൂളും അധ്യാപകരും. അത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കുള്ളതാണ്. ക്യാമറമാൻ സുബൈർ ഫൈസിക്കൊപ്പം VS രഞ്ജിത്ത്, 24 കോഴിക്കോട്. ദത്ത് വിവാദത്തിൽ അനുപമയുടെ അച്ഛനെതിരെ പാർട്ടി നടപടി. PS ജയചന്ദ്രനെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള പേരൂർക്കട ലോക്കൽ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനത്തോട് പ്രതികരിക്കാൻ അനുപമ എസ് ചന്ദ്രൻ 24-നൊപ്പം ചേരുന്നു. VG വിനീത തിരുവനന്തപുരത്ത് നിന്നും അനുപമയ്ക്കൊപ്പമുണ്ട്. വിനീത, അനുപമയുടെ ആദ്യ പ്രതികരണം അറിയാം. തീർച്ചയായും സുജയ, അനുപമ ഇപ്പോൾ നമുക്കൊപ്പം തന്നെയുണ്ട്. ഇന്നലെ കണ്ടപ്പോഴും അനുപമ ഇത്തരത്തിലേക്കുള്ളൊരു പാർട്ടി തലത്തിലൊരു നടപടി വേണമെന്നൊരു ആവശ്യം തന്നെയാണ് മുന്നോട്ട് വച്ചിട്ടുണ്ടായിരുന്നത്. അനുപമ ഇപ്പോൾ ഇന്നലെ ആവശ്യപ്പെട്ടതുപോലെ ഒരു തലത്തിലേക്കുള്ള ഒരു നടപടിയിലേക്ക് എത്തിയിരിക്കുന്നു പാർട്ടി. ഒപ്പം തന്നെ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു അന്വേഷണത്തിൽ, പാർട്ടി തലത്തിലുള്ള ഒരു അന്വേഷണത്തിൽ വിശ്വാസമുണ്ടോ? ഇപ്പം ഇങ്ങനൊരു നടപടി സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായതിൽ സന്തോഷമുണ്ട്. പക്ഷേ ഏരിയ തലത്തിലുള്ള അന്വേഷണത്തിൽ എനിക്ക് വിശ്വാസമില്ല. ഇതൊരു എന്താ പറയുക, സംസ്ഥാന തലത്തിലുള്ളൊരു വനിതാ നേതാവിൻ്റെ നേതൃത്വത്തിൽ അന്വേഷിച്ചാൽ അത്രയും കൊള്ളാം. പക്ഷേ എനിക്ക് എന്തോ പാർട്ടി അന്വേഷണത്തിൽ എനിക്കൊരു വിശ്വാസക്കുറവുണ്ട് ശരിക്കും. കാരണം ഇത്രയും നാളും കിട്ടാത്തതാണ് ഇപ്പം കിട്ടുന്നത്. അപ്പോൾ എനിക്കറിയില്ല, പാർട്ടി അതിന് വേണ്ട നടപടി ഇനിയും എടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വനിതാ നേതാവും കൂടി ഈ ഒരു അന്വേഷണ സംഘത്തിൽ വേണം. ഒപ്പം തന്നെ സംസ്ഥാന തലത്തിലേക്കുള്ള ഒരു അന്വേഷണമാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അതെ, സംസ്ഥാന തലത്തിൽ അന്വേഷണം വേണം. കാരണം ഏരിയ തലത്തിലും ജില്ലാ തലത്തിലും എനിക്ക് വിശ്വാസമില്ല. ഈ ഒരു ജില്ലാ തലത്തിലേക്ക് ഒരു അന്വേഷണം വരികയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആനവർ നാഗപ്പനടക്കം നേതാക്കൾക്ക് അടക്കമുള്ള ഒരു ആരോപണം അനുപമ തന്നെ മുന്നോട്ട് വെച്ചൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു അന്വേഷണ സമിതിയിലേക്ക് ഇവരൊക്കെയാണ് വരുന്നതെങ്കിൽ നീതി കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല, അത് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ നേതൃത്വത്തിലും വിശ്വാസമില്ല എന്ന് പറയുന്നത്. കാരണം ആനവർ സഖാവൊക്കെ സത്യം പറഞ്ഞാൽ ഇന്നലെ പോലും പറഞ്ഞത് അച്ഛൻ ഒളിവിലാണെന്നൊക്കെയാണ്. അതല്ലാന്ന് പുള്ളിക്കാരൻ ഇന്ന് രാവിലെ തന്നെ നേരിട്ട് വന്നിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഞാൻ കിടക്കുന്നില്ല. എന്നാലും എനിക്ക് അതിൽ വിശ്വാസമില്ല. ഏരിയ തലത്തിലും ജില്ലാ തലത്തിലും അന്വേഷിക്കുന്നതിൽ വിശ്വാസമില്ല. ഇപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അജിത്തിനെതിരെ പാർട്ടി നടപടി എടുത്തിരുന്നു, പാർട്ടി അടക്കം പുറത്താക്കിയിരുന്നു. പക്ഷേ ഈ ഒരു വിവാദങ്ങൾ ഇത്രയും എത്തിച്ചതിന് ശേഷമാണ് ജയചന്ദ്രനെതിരെ, അച്ഛനെതിരെ ഒരു നടപടിയിലേക്ക് വരുന്നത്. അത്രയും വൈകിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ? അതോ ഇപ്പോൾ പാർട്ടി മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഈ പെട്ടെന്നൊരു നടപടിയിലേക്ക് എത്തിയതാണോ? അങ്ങനെ ചോദിച്ചാൽ മുഖം രക്ഷിക്കുന്നതിൽ അതിനുകൊണ്ട് തന്നെ ആയിരിക്കാം. പക്ഷേ വൈകിയായാലും എന്താ പറയുക, അവരുടെ ഭാഗത്തുനിന്നും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നാണല്ലോ ഇതിൽ നിന്നും അവർ മനസ്സിലാക്കുന്നത്. അതിൽ എന്തായാലും ഇപ്പോഴെങ്കിലും നടപടി സ്വീകരിക്കുന്നതിൽ എന്തായാലും സന്തോഷമുണ്ട്. ഈ പാർട്ടി നേതൃത്വം ഇനി അനുപമയ്ക്കൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, അന്വേഷണമൊക്കെ നന്നായിട്ട് നടക്കട്ടെ. അതെ, ഇപ്പോൾ ഒരു ചെറിയൊരു വിശ്വാസം അവരിൽ വരുന്നുണ്ട്. ബാക്കിയും ഇതുപോലെ തന്നെ നല്ല എന്താ പറയുക, ശരിയായൊരു അന്വേഷണം, ശരിയായ രീതിയിൽ നടപടിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ പാർട്ടിയിൽ പൂർണ്ണമായിട്ടും ഇനി വിശ്വസിക്കും. തീർച്ചയായും സുജയ, അനുപമ പറയുന്നത് ഇത് തന്നെയാണ്. സംസ്ഥാന തലത്തിൽ ഒരു അന്വേഷണം ഇക്കാര്യത്തിലേക്ക് വേണം. ഒപ്പം തന്നെ ഈ ഒരു അന്വേഷണ സമിതിയിലേക്ക് ഒരു വനിതാ നേതാവിനെ അടക്കം കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ അന്വേഷണം ശരിയായ ദിശയിലേക്ക് മുന്നോട്ട് പോകൂ എന്നൊരു ആവശ്യം തന്നെയാണ് അനുപമ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. ശരി, VG വിനീതയാണ് അനുപമ എസ് ചന്ദ്രനൊപ്പം ചേർന്നത്. അനുപമയുടെ അച്ഛൻ PS ജയചന്ദ്രനെതിരെ പേരൂർക്കട ലോക്കൽ കമ്മിറ്റി ഇപ്പോൾ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്താനായിട്ടുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏരിയ കമ്മിറ്റി യോഗം ചേർന്നായിരിക്കും കൂടുതൽ നടപടികൾ സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുക. മറ്റു വാർത്തകളുമായി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. 24 വാർത്ത തുടരുന്നു. രാജ്യത്തെ ഇന്ധനവില ഇന്നും കൂട്ടി. സംസ്ഥാനത്ത് പെട്രോളിന് 35 പൈസയും ഡീസലിന് 37 പൈസയുമാണ് കൂടിയത്. തിരുവനന്തപുരത്ത് പെട്രോൾ വില 110 കടന്നു. പെട്രോളിന് 110 രൂപ 11 പൈസയും ഡീസലിന് 102 രൂപ 86 പൈസയുമായി. നേരത്തെ തിരുവനന്തപുരം പാറശാലയിലും ഇടുക്കി പൂപ്പാറയിലും പെട്രോൾ വില 110 കടന്നിരുന്നു. കൊച്ചിയിൽ പെട്രോൾ ലിറ്ററിന് 108 രൂപ 25 പൈസയും ഡീസൽ ലിറ്ററിന് 102 രൂപ 6 പൈസയുമാണ് വില. കോഴിക്കോട്ട് പെട്രോളിന് 108 രൂപ 75 പൈസയും ഡീസലിന് 102 രൂപ 19 പൈസയുമാണ് ഇന്നത്തെ വില. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഡീസലിന് 8 രൂപ 47 പൈസയും പെട്രോളിന് 6 രൂപ 95 പൈസയും കൂട്ടി. നമുക്ക് ഈ മാസത്തെ ഇന്ധനവില വർധന ചില ദിവസങ്ങളിലൂടെ ഒന്ന് കടന്നുപോയി നോക്കാം. പ്രത്യേകിച്ചും ഒക്ടോബർ 1 മുതൽ ഇന്ന് വരെ, ഇന്ന് 27-ാം തീയതിയാണ്, ഇതിനകം എത്ര തവണ കൂട്ടി എന്നുള്ളതിനേക്കാളും എത്രമാത്രം കൂട്ടി എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒക്ടോബർ 1-ന് ഒന്നിടവിട്ട ദിവസങ്ങളിൽ പെട്രോൾ ഡീസൽ വില കൂട്ടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒക്ടോബർ 1, 5, 10, 15 ഇങ്ങനെയുള്ള കണക്ക് തന്നെ എടുത്തിരിക്കുന്നത്. ഒക്ടോബർ 1-ന് പെട്രോൾ ലിറ്ററിന് 25 പൈസ കൂടിയപ്പോൾ നമുക്ക് കാണാം 104 രൂപ 13 പൈസയാണ് പെട്രോൾ ലിറ്ററിന്. ഡീസൽ ലിറ്ററിന് 31 പൈസയാണ്
രൂപയാണ് അന്ന് കൂട്ടിയത്, 95 രൂപ 35 പൈസ. ഒക്ടോബർ 5 ആകുമ്പോഴേക്കും പെട്രോളിന്റെ വില 104 രൂപ 88 പൈസയിലേക്ക് എത്തുന്നത് നമുക്ക് കാണാം. ഡീസലിന്റെ വില 96 രൂപ 31 പൈസയും ആകുന്നു. ഒക്ടോബർ 10 ആകുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് നമ്മൾ കൊടുക്കുന്നത് 106 രൂപ 43 പൈസയാണ്. ഡീസലിന് 100 രൂപ 11 പൈസയും. ഒക്ടോബർ 15 ആകുമ്പോഴേക്കും അത് 107.41 എത്തുന്നു. ഡീസലിന് 100 രൂപ 96 പൈസയിലും എത്തുന്നു. ഒക്ടോബർ 20 ആകുമ്പോൾ പെട്രോൾ വില 108 രൂപ 44 പൈസയിലേക്ക് എത്തിയിരിക്കുന്നു. ഡീസൽ ലിറ്ററിന് 102 രൂപ 3 പൈസയും. ഇന്നത്തെ വില ഒക്ടോബർ 27 ആകുമ്പോൾ 1 ലിറ്റർ പെട്രോളിന് 110 രൂപ 45 പൈസ കേരളത്തിൽ എവിടെ പെട്രോൾ അടിച്ചാലും കൊടുക്കണം. ഡീസൽ ലിറ്ററിന് 104 രൂപ 14 പൈസയിലേക്കും എത്തിയിരിക്കുകയാണ് വില. അതായത് ഈ മാസം മാത്രം ഡീസലിന് കൂടിയിരിക്കുന്നത് 8 രൂപ 12 പൈസ, പെട്രോളിന് 6 രൂപ 42 പൈസ. ഇങ്ങനെയാണ് ഈ ഒരു വില നിലവാരം പോകുന്നത്. ഒരു മാസം തന്നെ ഉണ്ടാകുന്ന ഈ ഒരു വലിയ വില വർധന അത് അടുത്ത മാസമാകുമ്പോഴേക്കും 120ലേക്ക് എത്തിയാലും അത്ഭുതപ്പെടാനില്ല. മറ്റു രാഷ്ട്രീയ വാർത്തകളിലേക്ക് വന്നാൽ പഞ്ചാബിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. പാർട്ടിയുടെ പേരും ചിഹ്നവും ഉടൻ പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ബിജെപിയുമായി സഖ്യമില്ല, ഉള്ളത് സീറ്റ് ധാരണ മാത്രമാണെന്നും ക്യാപ്റ്റൻ വിശദീകരിച്ചു. മുഖ്യമന്ത്രി സ്ഥാനമൊഴിഞ്ഞ് ഒരു മാസം പിന്നിടുമ്പോഴാണ് 4 പതിറ്റാണ്ടിലേറെ നീണ്ട കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് പഞ്ചാബിൽ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന ക്യാപ്റ്റൻ അമരീന്ദർ സിംഗിന്റെ പ്രഖ്യാപനം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരത്തിനായി കാത്തിരിക്കുകയാണെന്നും പാർട്ടിയുടെ പേരും ചിഹ്നവും ഉടൻ പ്രഖ്യാപിക്കുമെന്നും ക്യാപ്റ്റൻ അറിയിച്ചു. ബിജെപിയുമായി സഖ്യമില്ല, സീറ്റ് ധാരണ മാത്രമേ ഉണ്ടാകൂ എന്നും മുൻ മുഖ്യമന്ത്രി വ്യക്തമാക്കി. താൻ ഒറ്റയ്ക്കല്ല, നിരവധി കോൺഗ്രസ് നേതാക്കളുമായി സമ്പർക്കത്തിലുണ്ട്. പാർട്ടി പ്രഖ്യാപിച്ചാലുടൻ അവർ പുതിയ പാർട്ടിയിലെത്തുമെന്നും ക്യാപ്റ്റൻ അവകാശപ്പെട്ടു. And therefore I want to be strong to fight with both the Congress and the Akali Dal and the Aam Aadmi, and I will talk to for seat adjustments to the BJP, and I will also talk to Mr. Teensa, and we will put up a united front to defeat these parties. നവ്ജോത് സിംഗ് സിദ്ധു എവിടെ മത്സരിച്ചാലും നേരിടും. സംസ്ഥാനത്തെ 117 സീറ്റുകളിലും തനിക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും ക്യാപ്റ്റൻ പ്രഖ്യാപിച്ചു. കോൺഗ്രസ് നേതാക്കൾ ഒരാൾ പോലും ചണ്ഡീഗഡിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ എത്തിയില്ല എന്നത് ശ്രദ്ധേയമാണ്. കർഷക പ്രക്ഷോഭത്തിൽ നിന്നും ഒഴിഞ്ഞ് BSFന്റെ അധികാരപരിധി വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ തീരുമാനത്തെ ന്യായീകരിക്കാനാണ് ക്യാപ്റ്റൻ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ സമയവും നീക്കിവെച്ചത്. 24 ഡൽഹി. ഇന്ത്യയുമായി വ്യാപാര മേഖലയിൽ സഹകരണം വർദ്ധിപ്പിക്കുമെന്ന് ഇന്തോനേഷ്യൻ കോൺസുൽ ജനറൽ ആഗസ്പേ സപ്റ്റോണോ. സുഗന്ധവ്യഞ്ജന വ്യാപാര രംഗത്ത് കേരളവുമായി സഹകരിക്കുമെന്ന് അദ്ദേഹം 24നോട് പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനെത്തിയതായിരുന്നു ഇന്തോനേഷ്യൻ കോൺസുൽ ജനറൽ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉൾപ്പെടെയുള്ള വ്യാപാര സംഘടനകളുമായി അദ്ദേഹം ചർച്ച നടത്തി. 2025 ഇന്ത്യയുമായി $50 ബില്യൺ വ്യാപാര ഇടപാടാണ് ഇന്തോനേഷ്യ ലക്ഷ്യമിടുന്നത്. ഇതിൽ കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുമായി സഹകരിക്കാനാണ് നീക്കം. സുഗന്ധവ്യഞ്ജന വ്യാപാര രംഗത്ത് കേരളവുമായി യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉൾപ്പെടെയുള്ള വ്യാപാര സംഘടനകളുമായി ചർച്ചകൾ നടത്തിയ ഇന്തോനേഷ്യൻ കോൺസൽ ജനറൽ ഉടൻ തന്നെ വിവിധ കരാറുകളിൽ ഒപ്പിടുമെന്ന് അറിയിച്ചു. Spices, one of the sector we try to increase with Kerala, since Kerala one of the many exporter and importer of spices in Kerala. വിനോദസഞ്ചാര രംഗത്തും കേരളവുമായി സഹകരിക്കും. കോവിഡ് മഹാമാരി ഇന്തോനേഷ്യയിലെ ടൂറിസം രംഗത്തെയും ബാധിച്ചു. എന്നാൽ കഴിഞ്ഞ ആഴ്ച മുതൽ ടൂറിസം മേഖല തുറന്നിരിക്കുകയാണ്. Tourism or culture issue is one of the our target also to increase relation between Indonesia and Kerala, also especially between Bali and Kerala. Bali one of the tourist destination by Indian tourism. So I think that is good opportunity for us to increase, if not tourism or maybe culture event. ഇന്തോനേഷ്യയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ ബാലിയിലേക്ക് കേരളത്തിൽ നിന്ന് വിനോദസഞ്ചാരികളെ ക്ഷണിക്കുകയാണ് കോൺസൽ ജനറൽ. ഇന്ത്യയുമായി വ്യാപാര മേഖലയിലും ടൂറിസം മേഖലയിലും മികച്ച സഹകരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇന്തോനേഷ്യൻ സംഘം. ക്യാമറമാൻ അഭിലാഷിനൊപ്പം ടോം കുര്യാക്കോസ്, 24 കൊച്ചി. ഭീമ ജ്വല്ലറിയുടെ പുതിയ ഷോറൂം തിരുനെൽവേലിയിൽ തുറന്നു. പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ TP സുരേഷ് കുമാർ ഷോറൂം ഉദ്ഘാടനം ചെയ്തു. ഭീമ ജ്വല്ലറി ചെയർമാൻ ഡോക്ടർ B ഗോവിന്ദൻ, മാനേജിംഗ് പാർട്ണർ സുധീർ കപൂർ, പാർട്ണർ ജയ ഗോവിന്ദൻ എന്നിവർ ഭദ്രദീപം തെളിച്ചു. മുൻ കേന്ദ്രമന്ത്രി ധനുഷ്കോടി ആദിത്യനടക്കം നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അനശ്വര കവിയും ഗാനരചയിതാവുമായ വയലാർ രാമവർമ്മയുടെ 46ാം ചരമവാർഷികമാണ് ഇന്ന്. വയലാർ രാഘവപ്പറമ്പിലെ കവി ഓർമ്മകളുടെ സമ്മേളന കേന്ദ്രത്തെ നീതിപൂർവമായി പരിഷ്കരിക്കണമെന്ന ആവശ്യമാണ് കുടുംബം ഈ ദിനത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്.
ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. പാട്ടിന്റെ പാലാഴി കടഞ്ഞ വയലാറിന്റെ വാഗ്മയങ്ങൾ മലയാളിക്ക് പകർന്ന അമൃതവർഷിണികൾ എത്ര. കവിതകൾ, ചലച്ചിത്രഗാനങ്ങൾ, നാടകഗാനങ്ങൾ, അങ്ങനെ അങ്ങനെ. പ്രവാചകന്മാരെ പറയൂ, പ്രഭാതമകലയാണോ? പ്രപഞ്ച ശില്പികളെ പറയൂ. കാവ്യകൈരളിക്ക് അനശ്വര സർഗസംഗീതധാരയുടെ കനകവസന്തം സമ്മാനിച്ച വയലാർ ഓർമ്മകളിലേക്ക് മറഞ്ഞിട്ട് 46 വർഷങ്ങൾ. കവിയെയും വരികളെയും പ്രവാചക തുല്യമായി വീണ്ടും വീണ്ടും കണ്ടെടുക്കാമെന്ന് മകനും ഗാനരചയിതാവുമായ വയലാർ ശരത്ചന്ദ്രവർമ്മ. ഭൂമി എന്ന പെണ്ണിന് പ്രപഞ്ചമാകുന്ന പിതാവ് കൊടുത്ത സ്ത്രീധനമാണ്. അതൊക്കെ സംരക്ഷിക്കുകയും കൃത്യമായി അവർ വഴിക്ക് പോവുകയും ചെയ്താൽ ആ പൂ പറിക്കുകയും ചെയ്യാം, കൊടുക്കുകയും ചെയ്യാം. ആ ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ നിലയിലേക്ക് നമ്മൾ പോകേണ്ട ഒരു കാലം വീണ്ടും വരുന്നു എന്ന് 74 ഓർമ്മിച്ചിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് പാലിച്ചാൽ ഒരു ഈ പുഴ കുണുങ്ങി തന്നെ 1000 പാദസരങ്ങൾക്കില്ലെങ്കിൽ തന്നെ ഇതിൽ ഒഴുകിക്കോളും. ഇല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലാകും. എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഉണ്ടാകരുതെന്നൊരാഗ്രഹം വയലാർ അന്ന് ഓർമ്മിപ്പിച്ചു. വയലാർ രാമവർമ്മയുടെ രാഘവപ്പറമ്പിലെ കുടുംബ വീടിനോട് ചേർന്നാണ് ചന്ദ്രകളഭം എന്ന പേരിലുള്ള ഈ സ്മൃതി മണ്ഡപം. കാത്തിരുന്നു കാത്തിരുന്നു ചന്ദ്രകളഭവും ഒപ്പമുള്ള ഇന്ദ്രധനുസും തുറന്നിട്ടും പരിപാലനം അനിശ്ചിതത്വത്തിൽ. പുഷ്പപാദുകം പുറത്തു വയ്ക്കുമേ, നഗ്നപാതയായി അകത്തു വരൂ. സ്മാരക കെട്ടിടത്തിൽ ചെയ്യാവുന്ന പദ്ധതികൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്ന് വയലാർ ശരത്ചന്ദ്രവർമ്മ പറയുന്നു. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. വയലാറിലെ ചുടുനിണം വീണ ചൊരിമണലിൽ വേരുകളാഴ്ത്തിപ്പടർന്ന കാവ്യകൽപ്പവൃക്ഷത്തിന് ഓർമ്മകളിൽ നിത്യയൗവനം. അലോഷിക്കൊപ്പം സജോ ദേവസ്യാം, 24 ആലപ്പുഴ. ആഡംബര കപ്പലിലെ ലഹരി പാർട്ടി കേസിൽ ആര്യൻ ഖാൻ അടക്കമുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് 2:30 വാദം തുടരും. വാദം കേൾക്കാൻ ഷാരൂഖ് ഖാൻ ബോംബെ ഹൈക്കോടതിയിൽ എത്തിയേക്കും. കോഴയാരോപണത്തിൽ NCB വിജിലൻസ് സംഘം മുംബൈയിലെത്തി അന്വേഷണം തുടങ്ങി. സമീർ വാങ്കഡെക്കെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ മുംബൈ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. ജാമ്യാപേക്ഷയിൽ ആര്യന്റെ വാദം കഴിഞ്ഞ ദിവസം പൂർത്തിയായെങ്കിലും കൂട്ടുപ്രതികളുടെ വാദമാണ് ഇനി ബാക്കിയുള്ളത്. പ്രതികൾക്ക് ജാമ്യം നൽകുന്നതിനെ ശക്തമായി എതിർക്കുകയാണ് NCB. അതേസമയം NCB സോണൽ ഡയറക്ടർ സമീർ വാങ്കഡെയുടെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്ന ആവശ്യവുമായി NCP നേതാവ് നവാബ് മാലിക് രംഗത്ത് വന്നു. വാങ്കഡെയും ഗോസാവിയും പ്രഭാകർ സെയിലും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കണം. ഫോൺ വിശദാംശങ്ങൾ പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാകുമെന്നും നവാബ് മാലിക് പറഞ്ഞു. വിജിലൻസ് അന്വേഷണ സംഘത്തോട് ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാൻ ആവശ്യപ്പെടുമെന്നും നവാബ് മാലിക് വ്യക്തമാക്കി. മുംബൈയിലെത്തിയ NCB DDG ജ്ഞാനേശ്വർ സിംഗിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം സാക്ഷി പ്രഭാകർ സെയിലിനെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. സമീർ വാങ്കഡെയെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചോദ്യം ചെയ്യും. കിരൺ ഗോസാവി, സാം ഡിസൂസ, പൂജ ദാത്ലിനി എന്നിവരെയും NCB വിജിലൻസ് സംഘം ചോദ്യം ചെയ്യും. വാങ്കഡെക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ മുംബൈ പോലീസ് SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ നിയമിച്ചു. സമീർ വാങ്കഡെക്കെതിരെ ലഭിച്ച 4 പരാതികളും സംഘം അന്വേഷിക്കും. സാക്ഷി പ്രഭാകർ സെയിലിൽ നിന്നും 8 മണിക്കൂറോളം മുംബൈ പോലീസ് മൊഴി രേഖപ്പെടുത്തി. 24 ഡൽഹി. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് സംബന്ധിച്ച് മേൽനോട്ട സമിതിയുടെ ശുപാർശയിന്മേൽ സുപ്രീം കോടതിയിൽ നിന്ന് വരാനിരിക്കുന്ന പരാമർശങ്ങളാണ് ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകളിലെ വളരെ പ്രധാനപ്പെട്ട വരാനുള്ള വാർത്തകളിൽ ഒന്ന്. ഇതടക്കമുള്ള വാർത്തകൾക്കായി 24-നൊപ്പം തുടരുക. ഇപ്പോൾ കൗതുക കാഴ്ചകളുമായി ഈ ഗ്രീജിത്തെത്തും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.